ഹലോ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം പെട്ടെന്നൊരു തോന്നൽ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതാൽ എന്താ എന്ന്. അപ്പോൾ അവളും ഓക്കെ ഞാനും ഓക്കെ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് വിട്ടുവിട്ടു. നമ്മുടെ ഹോസ്റ്റലിൽ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും തികച്ചില്ല നടക്കാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ചെന്നപ്പോൾ തിരക്കും വലിയ കാര്യങ്ങളുമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലിക്കൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങി നമുക്ക് വഴിപാടൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വന്ന് ഹോസ്റ്റലിലേക്കാണ് കേട്ടോ. ഹോസ്റ്റലിലേക്ക് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കയറി വന്ന് റെഡിയായി നമ്മൾ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിലുണ്ടായിരുന്നു. മെഡിസിൻസിൻ്റെ കണക്ക്, പേഷ്യൻസിൻ്റെ ഡിസ്ചാർജ് സമ്മറീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പെൻഡിങ്ങിലുണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്ത് കുറച്ച് നാൾ വർത്താനമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സമയം അങ്ങനെ കടന്നു പോയിട്ട് ഒരു 5 മണിയായപ്പോൾ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ IP-യിലേക്ക് പോയി. IP-യിൽ പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് വന്ന് ഞങ്ങളിങ്ങനെ റൂമിലിരുന്ന് കുറേ നേരം സംസാരിച്ച് അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു തോന്നുന്ന ചായ കുടിക്കാൻ പുറത്ത് പോയാലും അങ്ങനെ ഒന്നും നോക്കിയില്ല. ഞാനും അവളും റെഡി ആയിട്ട് നേരെ പുറത്തേക്ക് പോയി. ഞങ്ങൾ സ്ഥിരം ചായക്കടയായിരുന്നു കേട്ടോ. അവിടെ പോയി ഞങ്ങൾ മുട്ട ബജിയും ചായ അങ്ങ് അടിച്ച് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ നമ്മൾ ലൈനിങ് ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടെ പോയി ലൈനിങ് ക്ലോത്തൊക്കെ എടുത്ത് നേരെ തിരിച്ച് വന്ന് അപ്പം നമ്മൾ പുറത്ത് പോയ സമയത്ത് നമ്മൾ മറ്റേ മിൽക്ക് ഷേക്കിലല്ല, ചോക്ലേറ്റ് മിൽക്ക് ഷേക്കില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിൽ അത് കൊണ്ടുവച്ച് ഈ പിത്തക്കാളിക്ക് അത് കുടിക്കാൻ പറ്റില്ല, കാരണം അവൾക്ക് ശ്വാസം മുട്ടലുള്ളത് കൊണ്ട് അങ്ങനെ അത്രയും തണുപ്പത്ത് കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് കുറേ നേരം അവിടെ വെച്ച് തണുപ്പൊക്കെ പോയതിന് ശേഷം ഞങ്ങളത് എടുത്തിട്ട് കുറേ സൊറയും നോണയും കൊതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഞങ്ങളത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. ആ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത പോലെ, പക്ഷേ അത്രയ്ക്കൊന്നുമില്ല. നോണ പറഞ്ഞത് കൂടി പോയിട്ടാണോ എന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല, ഞങ്ങൾ രണ്ടാളും കയറി കിടന്നു. അപ്പോൾ അത്രയുള്ളൂ.